Hi friends, welcome to Garam Masala, the magic spices of cooking. ബേർഡ് നെസ്റ്റ് ഓർ കിളിക്കൂട്. ഇന്ന് നമുക്ക് മലബാർ സ്പെഷ്യൽ സ്നാക്കായ കിളിക്കൂട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇന്നിവിടെ ഫിഷാണ് ഉപയോഗിക്കുന്നത്. ഇത് ചിക്കൻ, മട്ടൺ ഇവയെല്ലാം ഉപയോഗിച്ച് ഉണ്ടാക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: ഫിഷ് 250 ഗ്രാം വേവിച്ചെടുത്തത്, പൊട്ടാറ്റോ 250 ഗ്രാം, വലിയ ജീരകം 1 ടീസ്പൂൺ, സവാള ഒരെണ്ണം, ഇഞ്ചി പേസ്റ്റ് 1 ടീസ്പൂൺ, വെളുത്തുള്ളി 1 ടീസ്പൂൺ, പച്ചമുളക് 2-3 എണ്ണം, മല്ലിയില, കറിവേപ്പില, മുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പ്, നാരങ്ങ നീര് 1 ടീസ്പൂൺ, സേമിയ 1/2 കപ്പ്, മുട്ട ഒരെണ്ണം, എണ്ണ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടത്. ആദ്യം നമുക്ക് ഫില്ലിങ്സ് റെഡിയാക്കാം. അതിനായി പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ജീരകവും സവാളയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി സോട്ട് ചെയ്തെടുക്കാം. സവാള ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചെറുതായി മുറിച്ചിട്ടുള്ള കറിവേപ്പിലയും പുതിന ഇലയും കൂടെ ചേർത്ത് നന്നായി സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് പൗഡറുകൾ ചേർക്കാം. കുരുമുളക് പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഫിഷ് ചേർക്കാം. ഇവിടെ ഞാൻ ട്യൂണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് ചെറുതായി വേവിച്ചെടുത്തതാണ്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ലൈം ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഏറ്റവും അവസാനമായി മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ കൂടെ ചേർക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസായി ഉരുട്ടിയെടുക്കാം. ഇനി ഇത് ഇതുപോലെ ചെറുതായി പരത്തിയെടുക്കണം. ഇതുപോലെ എല്ലാ ബോൾസും റെഡിയാക്കി എടുക്കണം. നമ്മുടെ ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അടുത്തതായി കുറച്ച് സേമിയ ഒരു പ്ലേറ്റിലോട്ട് സ്പ്രെഡ് ചെയ്യാം. ഇനി ഒരു മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ എഗ്ഗും റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ ബോൾസായി മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം സേമിയ കൊണ്ട് കോട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്. പക്ഷെ കട്ട്ലേറ്റിൽ നമ്മൾ ബ്രെഡ് ക്രാംസ് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ സേമിയയാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ എല്ലാ കട്ട്ലേറ്റുകളും ചെയ്തെടുക്കാം.
നമ്മുടെ കിളിക്കൂടുകൾ ഫ്രൈ ആവാൻ റെഡി ആയിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഇത് നമുക്ക് എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ കിളിക്കൂട് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. നമ്മുടെ കിളിക്കൂട് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി സെർവ് ചെയ്യാം. ഇത് ഒരു മലബാർ സ്പെഷ്യൽ ഇഫ്താർ സ്നാക്കാണ്. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ്.